ചെങ്കടൽ തീരമതിൽ തൻദാസൻ കേണതുപോ ചങ്കിനു നേരെ വരും വൻഭാരം നീങ്ങിപ്പോകും. നിന്മനമിളകാതെ നിന്മനം പതറാതെ നിന്നോടു കൂടെ എന്നും ഞാനുണ്ട് അന്ത്യം വരെ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 8-ാം അധ്യായം 13-ാമത് വാക്യം, ദൈവത്തെ മറക്കുന്ന എല്ലാവരുടെയും പാത അങ്ങനെ തന്നെ എന്നുള്ള വചനമാണ്. ഈ വാക്യം ഓർമ്മപ്പെടുത്തുന്നത് ഞാങ്ങണയും പൊട്ടപ്പുല്ലുമൊക്കെ വളരുന്നത് ചെളിയിലാണെന്നുള്ള സത്യം നാം ഓർക്കണം. ചെളിയില്ല എങ്കിൽ ഇവയ്ക്ക് വളരുവാനായിട്ട് സാധ്യമല്ല എന്നതുപോലെ തന്നെ ഒരു മനുഷ്യന് ഈ ലോകത്ത് മാന്യമായ തലത്തിൽ ജീവിക്കണമെങ്കിൽ മനുഷ്യൻ്റെ സൃഷ്ടിതാവായ ദൈവത്തെ ഓർക്കുന്നെങ്കിൽ മാത്രമേ സാധ്യമാകുകയുള്ളൂ എന്നും ദൈവത്തെ ദൈവമെന്ന് ആഴമായി മനസ്സിലാക്കിയ ശേഷം ദൈവത്തെ മറന്ന് ജീവിക്കുന്നതായ ഒരു മനുഷ്യൻ്റെ ജീവിതം നാശത്തിലേക്കാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നതെന്നും ഈ വാക്യങ്ങൾക്കകത്ത് ഓർപ്പിക്കുകയാണ്. തിരുവചനത്തിൻ്റെ വിവിധ വാക്യങ്ങൾ നാം പരിശോധിച്ചു നോക്കുമ്പോൾ ദൈവത്തെ അറിഞ്ഞവരും ദൈവത്തെ ദൈവമെന്നോർത്തും മഹത്വീകരിച്ചുകൊണ്ട് അവരുടെ ജീവിതം കഴിച്ചവരുമായ ആളുകൾക്ക് ദൈവം നൽകിയിട്ടുള്ള ഐശ്വര്യവും സമാധാനവും രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട്. ദൈവത്തോടു കൂടെ വസിച്ചിട്ട് ദൈവത്തെ വിട്ട് പലതിൻ്റെയും പിന്നാലെ ഓടിയിട്ടുള്ള ആളുകളുടെ ജീവിതത്തിനകത്ത് കടന്നു വന്നിട്ടുള്ളതായ ദുരിത അനുഭവങ്ങളെക്കുറിച്ചും കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. പഴയ നിയമത്തിൻ്റെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ ലോത്തിൻ്റെ ജീവിതത്തിൽ പലപ്പോഴും ദൈവത്തെ മറന്നതുകൊണ്ട് തനിക്ക് ഭവിച്ചതെന്താണെന്ന് രേഖപ്പെടുത്തുന്നുണ്ട്. പുതിയ നിയമത്തിലേക്ക് നാം കടന്നു വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിനോട് കൂടെ ഉണ്ടായിരുന്ന യൂദായെ സംബന്ധിച്ചിടത്തോളം ദൈവത്തെ വിട്ട് ധനത്തിൽ ആശ്രയിക്കുവാനും ആ വഴി തിരഞ്ഞെടുക്കുവാനും താൻ മനസ്സ് വെച്ചതുകൊണ്ട് തൻ്റെ ജീവിതത്തിനകത്ത് ഭവിച്ചതായ വലിയ പരാജയത്തെക്കുറിച്ച് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഈ വചനങ്ങളൊക്കെ നമ്മെ ഓർപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു ഞാങ്ങണയുടെ വളർച്ചയ്ക്ക് ചെളി ആവശ്യമായിരിക്കുന്നത് പോലെ ഒരു മനുഷ്യൻ്റെ യഥാർത്ഥമായ ജീവിതത്തിന് ദൈവാത്മബോധവും ദൈവിക ചിന്തകളും ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തെ മറന്ന് ജീവിതത്തിൻ്റെ തകർച്ചയിലേക്ക് കടന്നുപോയ ലോത്തിനെ പോലെയോ യൂദയെ പോലെയോ അല്ല, ദൈവത്തെ ഓർത്ത് പരമാർത്ഥതയോടെ ജീവിച്ച് ദൈവത്തിങ്കൽ നിന്നുള്ള നന്മ പ്രാപിച്ച് ഈ ലോക ജീവിതം കഴിപ്പാനായിട്ട് നമ്മെ സഹായിക്കേണ്ടതിന് നമുക്ക് ഉത്സാഹിക്കുന്നവരും അതിനുവേണ്ടി പ്രയത്നിക്കുന്നവരും പ്രാർത്ഥിക്കുന്നവരുമായി നമുക്ക് തീരാം. അതിന് ഈ ദിവസം ദൈവം നിങ്ങളെ എല്ലാവരെയും സഹായിക്കട്ടെ.
സ്നേഹമുള്ള ദൈവമേ, ദൈവത്തെ മറന്ന് ജീവിക്കുന്നവരായിട്ടല്ല, ദൈവത്തെ ഓർത്ത് ജീവിക്കുന്നവരായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണമേ. ദൈവത്തെ ഓർത്ത് ജീവിച്ചവരെയൊക്കെ ദൈവം ധന്യമായി അനുഗ്രഹിച്ചെങ്കിൽ ആ അനുഗ്രഹങ്ങൾ ഈ ദൈവവചനം കേൾക്കുന്നവർക്കും ദൈവം നൽകണമേ. ദൈവം സഹായിക്കുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.